നമസ്കാരം. വോട്ട് ചോരിയും രക്ഷിച്ചില്ല, ബീഹാറിലും ചതി എന്ന് കോൺഗ്രസ്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ബീഹാറിലെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ തോൽവി അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊരു തോൽവിയുണ്ടോ? SIRനെ വിമർശിച്ച് വോട്ട് അധികാർ യാത്രയുമായി ബീഹാറിൽ രാഹുൽ ഗാന്ധി സജീവമായി പ്രചാരണത്തിനിറങ്ങിയിട്ടും കോൺഗ്രസ് നിലംതൊട്ടില്ല. NDA തേരോട്ടത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയും അടിപതറി. ബീഹാറിലെ അന്തിമ വിജയം മുഖ്യമന്ത്രി നിതീഷിൻ്റെയും പ്രധാനമന്ത്രി മോദിയുടെയും തന്നെയായിരുന്നു. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയും ശ്രീ നിതീഷ് കുമാറിൻ്റെയും ജനപക്ഷ നയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ്. ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ കാരം അങ്ങോട്ടല്ല ഫ്രാങ്കേ, അവനക്കറിയാ. അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമിയിൽ പോയി രസപ്പെടാ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൂടെ നിർത്തി ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. വിജയവും പരാജയവും ഏറെ കണ്ടിട്ടുള്ള കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ അമ്പരപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സംഭവിച്ചതുപോലെ അടിപടലം തോൽവി. എവിടെയോ എന്തോ തകരാറുണ്ട് എന്ന് വിശ്വസിക്കാനാണ് കോൺഗ്രസിന് താല്പര്യം. കൂട്ടിയും കുറച്ചും നോക്കിയിട്ട് എത്തുന്നില്ല. BJP ഭരണത്തിനു കീഴിൽ നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് സാധ്യമാകില്ല എന്നുവരെ വിലയിരുത്തുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഗവേഷണം ബീഹാറിൻ്റെ കാര്യത്തിലും സംഭവിക്കാം. കാരണം തൃശ്ശൂരിലെ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ രാഹുൽ മറന്നിട്ടില്ല. ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിന് കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീൽ പോയി നോക്കിയാലോ? അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതഗാന മത്സരത്തിനല്ല സാറ് മത്സരിച്ചത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്ത് നടന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ്. 25 lakh vote chori in Haryana. 5 categories. കൈമളെ സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? സത്യം പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിക്കോ? തെളിയിച്ചോ? इनकी बात सुनिए. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഈ ഗോപാലകൃഷ്ണൻ ദേശീയ ശ്രദ്ധ ആകർഷിച്ചില്ലേ? നാഷണൽ മീഡിയ ഒക്കെ വന്നില്ലേ? രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ, പറഞ്ഞില്ല. इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप. ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ. മോഡി ഷാ ഭരണത്തിന്റെ കീഴിൽ ഒരു നിഷ്പക്ഷ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള ഇതിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ബീഹാറിൽ നടന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇപ്പോഴും
വോട്ട് ചോരി ആരോപണവുമായിട്ട് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ശരിയായി പിന്തുണയ്ക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് പാർട്ടി ഉള്ളത് കേരളത്തിലാണ്. നീയെങ്കിലുണ്ടല്ലോ എന്റെ കൂടെ, ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണം എന്ന് പ്രതികരിച്ചത് ശശി തരൂർ മാത്രം. അതും ബീഹാറിൽ പ്രചാരണത്തിന് പോകാത്ത തരൂർ. എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ വിളിച്ചില്ല. വെറുതെ അല്ല തരൂരിനെ വിളിക്കാത്തത് എന്ന് മനസ്സിലായി. എന്നാലും തോൽവി തന്നെയാണ്. ഈ പരാജയം നമുക്ക് പാഠം പഠിക്കണം എന്നൊരു സംശയമില്ല. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തായിരുന്നു കാരണങ്ങൾ, നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം. എങ്ങനെ അളിനാതൊന്നുകൂടി പറഞ്ഞേ. നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷൻ അത് കുഴപ്പം. ഇതെല്ലാം കണ്ടുപിടിച്ച് അറിയണ്ടേ. ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കണം. പാർട്ടി എന്നെ പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു സംശയമില്ല. എന്നാലും തോൽവി തന്നെയാണ്. അവരടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ എറിഞ്ഞു കൊടുത്ത പോലെ. എന്നെ പ്രചരണത്തിൽ ക്ഷണിച്ചിരുന്നത് അപ്പോൾ എനിക്കൊരു ലോക്കൽ ഗ്രൗണ്ട് ലെവൽ അറിവില്ല. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടതേ തെറ്റാണ്. ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം, എന്നെ ക്ഷണിച്ചില്ല. ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കി എല്ലാവരുടെയും സന്തോഷം നശിപ്പിച്ചു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് നമുക്ക് വിനയായി. ഞാൻ കേട്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. കേട്ടിരിക്കുന്നത് ഈ പരാജയത്തെക്കുറിച്ച് പല ജേർണലിസ്റ്റും ഒക്കെ ചൂണ്ടിക്കാണിച്ചില്ല എങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത്ര മോശമാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾക്കൊരു ഒരു തിരിച്ചടി തന്നെയാണ്. എന്നാലും തോൽവി തന്നെയാണ്. ഈയിടെ തരൂർ എന്തു പറഞ്ഞാലും എഴുതിയാലും കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിക്കുകയാണ്. പാർട്ടികൾക്കുള്ളിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചാണ് തരൂർ കമൻ്റ് ചെയ്തത്. അത് നെഹ്റു കുടുംബത്തെ വിമർശിച്ചുവെന്ന് നമ്മുടെ MM ഹസൻ വരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അദ്വാനിയെ പുകഴ്ത്താൻ ബാബറി മസ്ജിദ് തകർത്തത് മറക്കാമെന്ന തരൂർ പറഞ്ഞു. നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും വിലയിരുത്തുമ്പോൾ ചീന യുദ്ധവും അടിയന്തരാവസ്ഥയും കണക്കാക്കാത്തതുപോലെ എന്ന് തരൂർ പറഞ്ഞുപോയി. ശരിക്കും തരൂർ നെഹ്റുവിനെയും ഇന്ദിരയെയും സ്തുതിക്കുകയായിരുന്നു എന്ന കാര്യം ഹസൻ ജി അറിയാതെ പോയതാകണം. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. അടുത്ത കാലത്ത് നമ്മുടെ MP ശശി തരൂർ അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞത് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരെല്ലാം അവരുടെ നേതൃത്വം കുടുംബാധിപത്യത്തിലൂടെ കിട്ടിയ നേതൃത്വമാണ്. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. കേട്ടോ, അത് തെറ്റാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഒരു വിമർശനമേ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ പഴയ മുമ്പ് കാലം പറഞ്ഞതാണ്. നമ്മുടെ സാമൂഹ്യത്തിനകത്ത് ഈ ഓരോരോ കുടുംബത്തിൻ്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാ പാർട്ടികളെയും ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പല ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ പറയുന്നത് പോലെയാണോ നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നത്? ഞാൻ ആ കുടുംബത്തിന് എതിരല്ല എഴുതിയിരിക്കണം. അങ്ങനെ പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരണ. ആർട്ടിക്കിൾ ശരിക്കും വായിച്ചു നോക്കൂ. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്ന് BJPയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ എഴുത്തിയതാരെയാ? ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി. വാസ്തവത്തിൽ തലമുറ നിർണ്ണയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നുവരെ മുൻ UDF കൺവീനറും മുൻ KPCC പ്രസിഡന്റുമായ MM ഹസൻ ആവശ്യപ്പെടുന്നു. തരൂരിന്റെ മനസ്സിലിരിപ്പ് ആർക്കും പിടികിട്ടുന്നില്ല. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. BJP കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത്, കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. അത് ശരി. എന്നെ രാജിവെക്കാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ, നോക്കാം. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. കേരളത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അങ്കത്തട്ടിൽ ഇറങ്ങി. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സീറ്റ് കിട്ടാത്തവരും നിരാശരായവരും സീറ്റിനായി പാർട്ടി മാറിയവരും വിമതവേഷം കെട്ടിയവരുമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അലങ്കാരങ്ങളാണല്ലോ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തിൽ വിജയവും മുന്നേറ്റവും ലക്ഷ്യമിട്ടിറങ്ങിയ മുന്നണി നേതൃത്വങ്ങൾ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ഇത് കുറച്ച് ഷർട്ടിന്റെ തുണികളാ, വേഗം തയ്ച്ചു കേട്ടില്ലേ? സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിൽ ഡിസംബർ 9-നും 11-നും ജനവിധി, 13-ന് വോട്ടെണ്ണൽ. രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ തിരിച്ചുവരവ് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റും സ്ഥാപനങ്ങളും നേടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കുമ്പോ ഏത് വലിയവനൊന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? വളരെ ഫലപ്രദമായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഉറപ്പായ ജയം അതാണ് ഞങ്ങൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടി. തികഞ്ഞ കെട്ടുറപ്പോടെ ഐക്യത്തോടെ വിജയപ്രതീക്ഷയോടെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിനെ നേരിടും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഈ തവണ നമ്മൾ ജയിക്കും, ഉറപ്പാ. എല്ലാ തവണ ഇത് തന്നെ പറയുന്നത്, ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാൽ മതി. കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഏത് ചെറിയ പ്രശ്നങ്ങളെയും ഊതി വീർപ്പിച്ച് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ പ്രചാരകർ നടത്തണമെന്ന കനൂലു സിദ്ധാന്തത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് VD സതീശൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും പുറപ്പെട്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. കോൺഗ്രസ് ഇത്തവണ മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നേരത്തെ ഇറക്കി. പലയിടങ്ങളിലും പ്രമുഖരെ അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുൻ MLA ശബരിനാഥ്, കോഴിക്കോട് സിനിമാ സംവിധായകൻ VM വിനുവിനെ, ഹാസ്യഗാന കലാപ്രതിഭകൾ വരെയുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങൾക്ക് പാടാൻ അറിയോ? അറിയോന്നു. കട്ടുകടയിലും പങ്കാളി, കൂട്ടുകടയിലും പങ്കാളി, ഹിന്ദി പഠിച്ചല്ലോ മലയാളി, മലയാളം പഠിച്ചല്ലോ പങ്കാളി, ഹിന്ദി പഠിച്ചല്ലോ മലയാളി, മലയാളം പഠിച്ചല്ലോ പങ്കാളി, കൊയ്ത്തിനു പാടത്ത് ബംഗാളി, ഇന്ന് കൽപ്പണിക്കാരനും പങ്കാളി, കൊയ്ത്തിനു പാടത്ത് ബംഗാളി, ഇന്ന് കൽപ്പണിക്കാരനും പങ്കാളി. സുഭാഷ് 1 2 3 4. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് തെക്കിലും മുക്കിലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി. ഹാർബറിലുണ്ടല്ലോ ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി, ഹാർബറിലുണ്ടല്ലോ ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി, തെങ്ങുമക്കാരാണ് ബംഗാളി, ഇവിടെ തെണ്ടി നടക്കണ മലയാളി, തെങ്ങുമക്കാരാണ് ബംഗാളി, ഇവിടെ തെണ്ടി നടക്കണ മലയാളി. ലെവൻ പാടുന്നു, നീ പാടുപെടും. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് തിക്കിലും മുക്കിലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി, കാരണം നമ്മൾ മലയാളി, കാരണം നമ്മൾ മലയാളി. നിർത്ത്. ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മിമിക്രിയും വഴങ്ങും. കോൺഗ്രസ് നേതാവ് KC അബുവിന് പാർട്ടിക്കുള്ളിൽ ഒരു വെല്ലുവിളിയാകും സ്ഥാനാർത്ഥി. ഇനി വരാനുള്ള ഇതിലും വലിയ പ്രതിഭകളെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. നരസിംഹം എന്ന ചിത്രത്തില് നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ കഥ. നന്ദഗോപാൽ മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. ഗ്രഹണം ബാധിച്ചാലും അതിന് സമയമുണ്ട്. സൂര്യൻ കറുത്ത മറവിട്ട് പുറത്തു വരും, അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷെ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming, officer. I pity you from the deadly game you have played in this game. That's your manipulator. A police officer is supposed to be the watchdog of justice and servant of the society. But instead, you behave like a barking mad dog to wreak vengeance against the family enemy. A law-abiding citizen and an ex-judicial officer who always keep predominant consideration that any personal relationship or any person is bonded by incriminating such a voice and loyal source of force. You applaud to the total police force of the country.
മാലർ, നന്ദഗോപാൽ മാലർ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇറക്കിയ ഓരോ സ്ഥാനാർത്ഥികളും ഇങ്ങനെ ഓരോ കഴിവുള്ളവരാണ്. അവർ ഓരോരുത്തരും കഴിവുകൾ ഇങ്ങനെ പുറത്തു വരും. ഇനി വരാനുള്ളത് ഇതിനപ്പുറമാണ്. കാത്തിരിക്കുക. വെയിറ്റ് ആൻഡ് സീ. ശേഷം ഭാഗം സ്ക്രീനിൽ.